ഹായ് ഓൾ, ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ആർമിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഹവിൽദാർ ആൻഡ് നായിബ് സുബേദാർ പോസ്റ്റുകളിലേക്കുള്ള പുതിയ റിക്രൂട്ട്മെന്റ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു കായിക താരമാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ റീസെന്റ് ആയിട്ട് ന്യൂസ് പേപ്പറിൽ വന്നൊരു ന്യൂസ് നമുക്ക് ചെക്ക് ചെയ്യാം. കായിക താരങ്ങൾക്ക് ആർമിയിൽ അവസരം. ഒഴിവ് ഹവിൽദാർ നായിബ് സുബേദാർ തസ്തികകളിലാണ്. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ന്യൂസിൽ വന്നിരിക്കുന്ന ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ 05/2025 ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഡയറക്റ്റ് എൻട്രി ഫോർ ഹവിൽദാർ ആൻഡ് നായിബ് സുബേദാർ പോസ്റ്റുകൾ എന്നുള്ളത്. അതായത് എക്സാം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ ആർമിയുടെ പോസ്റ്റാണ് ഹവിൽദാർ ആൻഡ് നായിബ് സുബേദാർ എന്ന് പറയുന്ന പോസ്റ്റ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് സ്പോർട്സ് പേഴ്സൺസിനായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വേക്കൻസി ടൈപ്പ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ആണ്. ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസിയാണ് നമുക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ജെൻഡർ വരുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്ന പോസ്റ്റാണ്. എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ 10th പാസ്സാണ്. മെട്രിക്കുലേഷൻ പാസ്സായ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിഗ്രിയോ ഡിപ്ലോമയോ ആവശ്യമായി വരുന്നില്ല. എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, എക്സാമിനേഷൻ ഇല്ല. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നാൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം ഇല്ലാതെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് മാത്രം കണ്ടക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും കൂടെ നോക്കാം. റിക്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. നമ്മളെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ഹവിൽദാർ ആൻഡ് നായിബ് സുബേദാർ പോസ്റ്റുകളിലേക്കുള്ള എക്സാം ആണ്. അപ്പോൾ ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് നമ്പർ, അതായത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 05/2025 എന്ന പോസ്റ്റിലേക്കുള്ളതാണ്. ലൊക്കേഷൻ വരുന്നത്, അതായത് വേക്കൻസി ടൈപ്പ് ഓൾ ഇന്ത്യ ലെവലാണ്. എക്സാം സിറ്റി എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് സിറ്റി, അതായത് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നിയറസ്റ്റ് സിറ്റിയിലായിരിക്കും നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹവിൽദാർ ആൻഡ് നായിബ് സുബേദാർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി നമുക്കൊന്ന് നോക്കാം. 17.5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരേണ്ടത്, അതായത് നിങ്ങൾ ഈ ഒരു ഏജ് ലിമിറ്റിനുള്ളിലായിരിക്കണം വരേണ്ടത്. 31 മാർച്ച് 2001 1 ഏപ്രിൽ 2028 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ 2 ഡേറ്റിൽ വന്നാലും നമുക്ക് ആ 2 ഡേറ്റ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റ് വരുന്നത് 17.5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹവിൽദാർ ആൻഡ് നായിബ് സുബേദാർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത് 10th പാസ് മാത്രമാണ്. ഓക്കെ, അതായത് റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് യോഗ്യതയുള്ള ഏതൊരു വ്യക്തിക്കും അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിരുന്നു സ്പോർട്സ് പേഴ്സണിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്പോർട്സ് ഇവന്റ് എന്ന് പറയുന്നത് അത്ലറ്റിക്സ് അല്ലെങ്കിൽ ആർച്ചറി, ഹോക്കി, ഷൂട്ടിംഗ്, റെസ്ലിംഗ് തുടങ്ങി ഇവിടെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ സ്പോർട്സ് ഇവന്റ് ആണ് വരുന്നത് എന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഇവന്റുമായി ബന്ധപ്പെട്ട ഒരു സ്പോർട്സ് പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് ഹവിൽദാർ പോസ്റ്റുകളിലേക്കുള്ള ഡയറക്റ്റ് എൻട്രിയിൽ നിങ്ങൾക്ക് ആവശ്യമായ സ്പോർട്സ് അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും സ്പോർട്സ് അച്ചീവ്മെന്റ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു എക്സ്ട്രാ പ്രിവിലേജ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ സ്പോർട്സ് അച്ചീവ്മെന്റ്സ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ജൂനിയർ അതുപോലെ തന്നെ സീനിയർ ലെവൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങളൊരു മെഡലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതൊരു അച്ചീവ്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഖേലോ ഇന്ത്യ ഗെയിംസിലൊക്കെ പങ്കെടുത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇവിടെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രയോജനപ്പെടും. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഇവന്റ്സ് ആണെന്ന് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഡയറക്റ്റ് എൻട്രി നായിബ് സുബേദാർ, അതായത് നായിബ് സുബേദാർ പോസ്റ്റുകളിലേക്കുള്ള ഡയറക്റ്റ് എൻട്രിയിൽ ആവശ്യമായി വരുന്ന സ്പോർട്സ് അച്ചീവ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ്
തുടങ്ങിയവയിൽ നിങ്ങൾ വിന്നറായിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ എന്താണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 വട്ടമൊക്കെ ഏഷ്യൻ ഗെയിംസിലോ അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസിലോ ഒക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു പ്രിവിലേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, സെലക്ഷൻ പ്രോസസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 4 ഘട്ടങ്ങളിലൂടെയുള്ള സെലക്ഷൻ പ്രോസസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ് ആയിരിക്കും. അതായത് നിങ്ങളുടെ സ്പോർട്സ് ഇവൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനൊക്കെ പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ അച്ചീവ്മെന്റ്സും ഒക്കെ നോക്കിയതിന് ശേഷമായിരിക്കും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. എക്സാമിന്റെ അടിസ്ഥാനത്തിലല്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് കോൾ അപ്പ് ലെറ്റർ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം സെലക്ഷൻ ട്രയലുകളുണ്ട്. 2 സെലക്ഷൻ പ്രോസസ്സുകളായിരിക്കും സ്റ്റേജ് 3 വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്, രണ്ടാമത്തേത് സ്കിൽ ടെസ്റ്റും അതോടൊപ്പം തന്നെ മെഡിക്കൽ എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. തുടർന്ന് സ്റ്റേജ് 4 നിങ്ങൾ എത്തുന്നതായിരിക്കും. ഇവിടെ ഫൈനൽ സെലക്ഷൻ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ശേഷം നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളിനി ആപ്ലിക്കേഷന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഓൾറെഡി ഡേറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലോസിംഗ് ഡേറ്റ്, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 15, 2025 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഹവിൽദാർ ആൻഡ് നായിബ് സുബേദാർ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കായിക താരങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കായിട്ട് ആൻഡ്രി ഡിഫൻസ് അക്കാഡമിയിൽ ആർമി റാലി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് ആപ്പിൽ റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും. വീക്ക്ലി 6 ഡേയ്സും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റിനുള്ള പ്രത്യേകം സെഷൻസും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയും ഫെസിലിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസ് നമ്പറുമായിട്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക. നിങ്ങളുടെ സീറ്റുകൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് ഞങ്ങൾ 2 പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്യുന്നത്. ഒന്നാമത്തേത് നമ്മുടെ ടെലിഗ്രാം ചാനലാണ്. ആൻഡ്രിയൻ ആർമി നേവി SSC RRB അക്കാഡമി എന്നതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. ഈ ഒരു ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ആൻഡ്രിയൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലും തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ചാനലും പ്രവർത്തിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ തുടങ്ങിയവ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓഫീസ് നമ്പറിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.